ഹായ് ഗായ്സ്, നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇതുവരെ നിങ്ങൾക്ക് ഒരു യൂട്യൂബേഴ്സും ഈ ഒരു ട്രിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല കേട്ടോ. എന്തിനേറെ ഞാൻ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ രീതിക്കല്ലാന്ന് മാത്രം, ഈ ഒരു കോമ്പിനേഷനിലല്ലാന്ന് മാത്രം. അതും വേറൊരു മെത്തേഡിലാണ് ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് കോമ്പിനേഷൻ ഉണ്ടല്ലോ, പൊളിക്കുമെന്ന് പറഞ്ഞാൽ പോലെ പൊളിച്ചടുക്കും. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ടോണിക്കാണ് നമ്മൾ, ടോണിക്കല്ല ടോണർ, അത് എങ്ങനെ പേര് നിങ്ങൾ എന്ത് വേണമെങ്കിൽ കേട്ടോളൂ, നമുക്ക് റിസൾട്ടാണ് നോക്കുക. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് മുടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു റെമഡി ഉപയോഗിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരിലും കാണുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലമാണ് ഈ ഒരു മുടി കൊഴിച്ചിൽ. അതിപ്പോൾ കുട്ടികളാണെങ്കിലും ശരി, മുതിർന്നവരാണെങ്കിലും ശരി, എല്ലാവർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു മുടി കൊഴിച്ചിൽ. അത് എസ്പെഷ്യലി ഇപ്പോൾ ഈ ഒരു വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവർക്കും മുടി കൊഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാട്ടർ ഉപയോഗിച്ച് തല കഴുകി വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു 3 തവണ മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ ടപ്പേന്ന് പിടിച്ച് കെട്ടിയ പോലെ അങ്ങ് നിൽക്കും കേട്ടോ. അത്രയും ഞാൻ ഉറപ്പ് തരുവാണ്. അത്രയും സൂപ്പറായിട്ടുള്ളൊരു 2 ആൾക്കാരെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. ഞാനും ഇത് ഉപയോഗിച്ച് നോക്കി, എനിക്ക് സൂപ്പർ റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. മുടി കൊഴിച്ചിലൊക്കെ പിടിച്ച് കെട്ടിയ പോലെ ഉണ്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, താരനുണ്ടെങ്കിൽ താരം പോകാനായിട്ടും, അതുപോലെ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലീൻ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല മുടി നല്ല ഷൈനിങ് ആയിട്ടും, ഫ്രിസി എയറൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല മാറി നല്ല ഷൈനിങ് ആയിട്ടൊക്കെ നമ്മുടെ മുടി ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടി വളരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഒരു വാട്ടർ നിങ്ങൾ ആഴ്ചയിൽ 3 തവണ ഉപയോഗിച്ച് വരാം. നിങ്ങളിത് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. 15 ദിവസം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. കേട് വരാതെ നമുക്ക് 15 ദിവസം വരെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു വാട്ടർ എങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ള വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് ഗ്യാസ് ഓൺ ചെയ്ത് ചൂടാക്കി കൊണ്ടുവരണം. അപ്പോൾ നിങ്ങളുടെ മുടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വെള്ളം നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് വെള്ളത്തിനകത്തേക്ക് ഞാനിവിടെ 1 ടീസ്പൂണോളം ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ നോർമൽ ചായ കുടിക്കുന്ന ആ ഒരു തേയിലപ്പൊടി കേട്ടോ, അത് തന്നെയാണ്. അതിപ്പോൾ നല്ല ക്വാളിറ്റി നോക്കി മേടിക്കാനായിട്ട് നോക്കുക. കാരണം നമ്മൾ മുടിയിലേക്കാണ് യൂസ് ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർമ്മ വേണം. എന്നിട്ട് ഇതിനകത്തേക്ക് പിന്നീട് ചേർക്കുന്നത് ബ്രൂവിൻ്റെ ആ ഒരു സാഷയാണ് കേട്ടോ. കാപ്പിപ്പൊടിയാണ്, നമ്മുടെ കോഫി പൗഡറില്ല, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 2 രൂപയുടെ ആ ഒരു സാഷ പാക്കറ്റാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ. ഈ ഒരു അളവാണ് ഈ 1 ഗ്ലാസ് വെള്ളത്തിനൊന്ന് ഞാൻ പറയുന്ന ഒരു കണക്കെട്ട്. ഈ ഒരു അളവിൽ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ആരും തന്നെ ഇത് കൂട്ടോ കുറയ്ക്കോ ഒന്നും ചെയ്യരുത്. കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ആരും കൂട്ടരുത് കേട്ടോ. കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടെന്ന് പറയാൻ കാരണം, ഇപ്പോൾ എന്തും അധികമായാൽ അമൃതും വിഷമാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പോൾ മുടി നന്നായിട്ട് വളരും, അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കൂടുതലായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നെഗറ്റീവായിട്ടായിരിക്കും റിസൾട്ട് ഉണ്ടാവും. നമ്മളിപ്പോൾ എന്തിനാണോ നമ്മളിത് ഉപയോഗിക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ടായിരിക്കും നമുക്കത് റിസൾട്ട് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഒരു വലിയ ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് ഏകദേശം ഒരു 200 ml ഉണ്ടാവും കേട്ടോ. 175-200 ml ഉണ്ടാവും. ഈ ഒരു വെള്ളത്തിൻ്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞ 1 ടീസ്പൂൺ ചായപ്പൊടിയും നമുക്ക് കിട്ടുന്ന 2 രൂപയുടെ കോഫിയുടെ ആ ഒരു സാഷെ പാക്കറ്റ് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. അതാണ് ഈ ഒരു വെള്ളത്തിനുള്ള കണക്ക് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ 3 തവണ അല്ലെങ്കിൽ 2 തവണ ഇത്ര മാത്രം ഉപയോഗിക്കാവും. മുടി നന്നായിട്ട് വളരുമെന്നും പറഞ്ഞ് ആരും ഡെയിലി ഉപയോഗിക്കാനോ അല്ലെങ്കിൽ 4-5 തവണ ഉപയോഗിക്കാനായിട്ട് ഒന്നും പോകരുത്. പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കണ്ടു മനസ്സിലാക്കിയതിന് ശേഷം വേണം ഇത് നമ്മുടെ മുടിയിലേക്ക് പ്രയോഗിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ആ രീതിക്ക് ഒന്ന് ചെയ്തു വരാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു വാട്ടർ നല്ല രീതിക്ക് തിളച്ച് വന്നതിന് ശേഷം അതങ്ങ് അരിച്ചു മാറ്റി വേറൊരു ബോട്ടിനകത്തേക്ക്, സ്പ്രേ ബോട്ടിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം നമുക്ക് തിളപ്പിക്കേണ്ട കാര്യമില്ല. കാപ്പിപ്പൊടി ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരു 2-3 തിള വന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം. എന്നിട്ട് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ നമുക്ക് ഉപയോഗിക്കാം. ഞാനിത് സ്പ്രേ ചെയ്തിട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത്. ഒരു കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ സ്പ്രേ ചെയ്ത് വെക്കും. എന്നതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് കുളിക്കാനായിട്ട് പോകും കേട്ടോ. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് തലയിൽ വെക്കുകയുള്ളൂ, കൂടുതൽ നേരമൊന്നും വയ്ക്കത്തില്ല. ഏകദേശം നമുക്കൊരു 20 മിനിറ്റ് വരെ വെക്കാം കേട്ടോ. അതിൽ കൂടുതലായിട്ട് ആരും പോവേണ്ട കാര്യമില്ല. 5 മിനിറ്റ് വെച്ചിരുന്നാലും അത്രയും നല്ലതാണ്. 2 മിനിറ്റ് വെച്ചിരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായാലും പ്രശ്നമൊന്നുമില്ല. ഞാനിത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകി വരാറാണ് പതിവ്. ചില സമയങ്ങളിൽ ഞാനിതുപോലെ സ്പ്രേ ചെയ്യാതെ നമ്മൾ മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക കേട്ടോ. മുടിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഈ ഒരു വാട്ടർ ഒഴിച്ചു കൊടുക്കും. താഴെ ഒരു പാത്രം വയ്ക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ മുടിയിൽ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് വീണ്ടും ആ ഒരു വെള്ളം കളക്ട് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ ഒരു 5-6 തവണ ചെയ്തിട്ട്
എന്നതിന് ശേഷം ഞാനത് തല കഴുകി വരാറുണ്ട് കേട്ടോ. ആ രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 2 മെത്തേഡിൽ ഏത് രീതി വേണമെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുത്തോളൂ. 20 മിനിറ്റിൽ കൂടുതൽ ആരും വെക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു പൗഡേഴ്സും ഞാൻ ഈ പറഞ്ഞ അളവിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 3 തവണ ഉപയോഗിക്കുക. ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്തിട്ടാണ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പോയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള താഴെ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.